നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഷോക്ക് ആവുന്ന ഒരു കേസ് ഞാൻ പറയാം. ഒരു കമ്പനിയിൽ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുവാണ്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ റെസ്യൂം എങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അവർ ഏകദേശം 6 തൊട്ട് 10 സെക്കൻഡ് കൊണ്ട് തന്നെ ആ റെസ്യൂമിന്റെ റിവ്യൂ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ 10 സെക്കൻഡിനുള്ളിൽ ഒരു റിവ്യൂ ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതാണോ റിജക്ട് ചെയ്യുന്നതാണോ നിങ്ങളുടെ റെസ്യൂമിന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റെസ്യൂമിൽ വരാൻ സാധ്യതയുള്ള 7 മേജർ റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ഇപ്പം HR മാനേജേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ടീമിലുള്ള അതർ മെമ്പേഴ്സ് ആണെങ്കിലും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണിത്. അപ്പോൾ ഈ ഒരു 7 ടിപ്പ് കൂടാതെ ഞാൻ വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ബോണസ് ടിപ്പ് കൂടെ പറയുന്നുണ്ട്. വീഡിയോന്റെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, ഇങ്ങനെ ഇപ്പൊ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിഗിനർ ലെവൽ ഒരു 1 or 2 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ഒരു ലെവലിലേക്കൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇത് യൂസ്ഫുൾ ആവും. അപ്പൊ വീഡിയോന്റെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സുകളാണ്. അതായത് ഇപ്പൊ ചിലവരുടെ ഇപ്പൊ ഒരു ഇമെയിൽ അഡ്രസ് ഫോൺ നമ്പർ ഒക്കെ നമ്മുടെ റെസ്യൂമിന്റെ തന്നെ ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യൂലേ, ഈസി ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ ചിലവരുടെ റെസ്യൂമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും കൂൾ ഗൈ 2022 അല്ലെങ്കിൽ ഡ്രോപ്പ് ഡെവലപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ കൊടുത്തിട്ടുണ്ടാവും. ഒരു HR പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആദ്യമേ തന്നെ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കും. അതായത് അവരാലോചിക്കുമ്പോൾ ഒരു കരിയറിനെ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരാളാണ്, ഒരു ഹൈസ്കൂൾ ലെവലിൽ നിന്ന് ഇതുവരെ അപ്ഡേറ്റ് ആവാത്ത ഒരാളാണെന്ന് നമ്മൾ വിളിച്ചു പറയുന്ന പോലെ ആയിപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പേഴ്സും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റ് നെയിംസും അല്ലെങ്കിൽ ഇതുപോലെ നിക് നെയിംസ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ജോബ് സെർച്ചിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ID യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങളൊരു പ്രൊഫഷണൽ ഇമെയിൽ ID സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് മെമ്മറബിൾ ആയിട്ട് എന്നാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ ഐഡികൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അപ്രോച്ചുകളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ സ്കിൽ ഓവർലോഡഡ് ആണ്. അതായത് ഇത് നിങ്ങൾ ഓൾമോസ്റ്റ് കുറേ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കിൽ ലിസ്റ്റ് തന്നെ ആ ഒരു റെസ്യൂമിൽ കൊണ്ടുപോയി ആഡ് ചെയ്യും. അതായത് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ 10-40 ടെക്നോളജീസ് ഉണ്ടാവും ആ റെസ്യൂമിന്റെ ലിസ്റ്റിൽ. HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റിന്നും തുടങ്ങിയിട്ട് PHP-യും പൈത്തോണും പോയി പോയി AWS-ഉം കഴിഞ്ഞ് ക്യൂബർനെറ്റീസും പിന്നെ എന്താ പറയാ AWS-ഉം അഷ്യൂറും എല്ലാം കൊണ്ടുപോയി ആ റെസ്യൂമിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ HR കമ്മ്യൂണിറ്റീസിൽ തന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സ്കിൽ ലിസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു പർട്ടിക്കുലർ പേഴ്സണ് ഒരു സർഫസ് ലെവൽ നോളജ് മാത്രമേ ഉള്ളൂ എന്ന്. അത് അവർ അസ്യൂം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്ന ഒരു കേസാണ് കേട്ടോ. അതായത് ഒരു റിയാലിറ്റിയിൽ നിന്ന് ആലോചിച്ച് നോക്ക്, ഒരു 1 അല്ലെങ്കിൽ ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് 10-47 ടെക്നോളജീസ് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആവാൻ വേണ്ടി പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സർഫസ് ലെവൽ നോളജ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും ടെക്നോളജീസിൽ ഇത്രയും ഒരു ചെറിയ കാലയളവ് കൊണ്ട് എക്സ്പേർട്ട് ആവാൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾ ഏറ്റവും ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റിനെ കാറ്റഗറൈസ് ചെയ്യാം. അതായത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിലെല്ലാം നോളജ് ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന, നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കുന്ന ടെക്നോളജീസിനെയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയും എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് അതിൽ മെൻഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ്, ഇപ്പോൾ ഒരു മെയിൻ സ്റ്റാക്ക് ഡെവലപ്പർ ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റും നോഡ് ജെയ്സും റിയാക്റ്റും നന്നായിട്ട് അറിയായിരിക്കും. അത് എക്സ്പേർട്ടിൽ കൊണ്ടുപോയി ഇടുക. ഇനി നിങ്ങൾ ഒരു പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് പൈത്തോൺ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അതായത് ഇപ്പോൾ AWS പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പഠിക്കുന്നതല്ല, നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾക്ക് പ്രൊജക്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പൈത്തോൺ നിങ്ങൾക്ക് അറിയാവുന്ന സ്കില്ല്, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പൈത്തോൺ, AWS, MongoDB ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് അതിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുവാണ്, ഇപ്പം ഡോക്കർ പഠിക്കുവാണ് അല്ലെങ്കിൽ AWS പഠിക്കുവാണ്. അപ്പൊ നിങ്ങൾ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ കറന്റ്ലി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി ആഡ് ചെയ്യുക. ഓവർ എക്സാജറേഷനേക്കാളും കൂടുതൽ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത് റിക്രൂട്ടേഴ്സ് എപ്പോഴും നിങ്ങളുടെ ഇതുപോലുള്ള ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേറ്റഡ് എക്സ്പീരിയൻസ് ക്ലെയിം ആണ്.
അതായത് ഇപ്പൊ ചിലവർ എഴുതി വെക്കും അവരുടെ ഒരു റെസ്യൂമില് ഞാനൊരു സീനിയർ ഡെവലപ്പർ ആണ്, ഞാനൊരു 50 മെമ്പർ അല്ലെങ്കിൽ ഒരു 10 മെമ്പർ ടീമിന്റെ ലീഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഒരു 5 മില്യൺ യൂസേഴ്സ് യൂസ് ചെയ്യുന്നതെന്നാണെന്നൊക്കെ ആ റെസ്യൂമിൽ കൊണ്ടുപോയി എഴുതി വെക്കും. എന്നിട്ട് ഈ ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ ഒരു HR മാനേജർ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്തിട്ട് പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ കാണുന്നത് ഒരു 1 or 2 എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇപ്പം ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റീസെന്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങളാണെങ്കിൽ അത് ഫോർവേഡ് ചെയ്യോ, അവിടെ വെച്ചിട്ട് തന്നെ അവർ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യൂലേ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ എക്സാജറേറ്റ് ചെയ്യുന്നതിന് പകരം ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 ഡെവലപ്പേഴ്സ് ഉള്ള ഒരു ടീമിനെ ഞാൻ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്ത് ചെയ്യുക, നിങ്ങളൊരു ടീം ടെക് ലീഡ് അല്ല എന്നുണ്ടെങ്കിൽ 15 മെമ്പേഴ്സ് ഉള്ള ഒരു ടീമിൽ ഞാൻ ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു സീനിയർ ഡെവലപ്പർ ആണ്. ചിലപ്പോൾ നിങ്ങളൊരു ടെക് ലീഡ് ആയിരിക്കില്ല, പക്ഷെ നിങ്ങളൊരു സീനിയർ ഡെവലപ്പർ ആയിരിക്കും, നിങ്ങൾ കുറെ പേർക്ക് ഹെൽപ്പ് എന്താ പറയുക ഒരു ലീഡ് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. മീൻസ് ഒത്തിരി ഹെൽപ്പ് ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ് ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ടീം കൊളാബറേഷൻ കൊടുക്കുന്നതായിരിക്കും ഈ ലീഡിനേക്കാളും നിങ്ങളുടെ കേസിൽ ബെറ്റർ. രണ്ടാമത്തെ കേസ് നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ 5 മില്യൺ യൂസേഴ്സിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ എഴുതി വെക്കുന്നതിനേക്കാളും ബെറ്റർ ഞാനിങ്ങനെ 5 മില്യൺ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലേക്ക് എന്റെ ഭാഗത്തുനിന്ന് മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതായിരുന്നു എന്റെ കോൺട്രിബ്യൂഷൻ എഴുതിയാൽ ഒന്നും കൂടി എന്തായി ഒരു വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്നും കൂടി അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയില്ലേ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇപ്പം ഓൾവേസ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്യൂമിൽ കൊണ്ടുപോയിട്ട് എഴുതുന്ന ഓരോ ലൈനും ഓരോ വേർഡിനും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ കൊണ്ടുപോയി റെസ്യൂമിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈവൻ തോ നിങ്ങൾ ആ ജോബിൽ ഓക്കെ ആണ്, നിങ്ങൾ ആ ജോബുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് കാരണം എന്താവും, നിങ്ങൾ ആ ജോബ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നാലാമത്തെ കേസ് ഒരുപാട് പേര് ചെയ്യുന്നതാണ് കേട്ടോ, ജനറിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ്. അതായത് ഒരു ടെംപ്ലേറ്റ് എന്ത് ചെയ്യും, ഒരു ടെംപ്ലേറ്റ് കണ്ടന്റ് കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, കുറെ പേര് റെസ്യൂമിൽ കാണുന്നതാണ് പാഷനേറ്റ്, ഇന്നോവേറ്റീവ്, അതുപോലെ തന്നെ പ്രൂവൻ റെക്കോർഡുള്ള റിസൾട്ട് ഡ്രിവൻ ഡെവലപ്പർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾ ഒന്നും വേണ്ട, ഒരു ഗൂഗിളിൽ പോയിട്ട് ഒരു റെസ്യൂമിന്റെ ഒരു കോമൺ പാറ്റേൺ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു സെന്റൻസ് കണ്ടിട്ടുണ്ടാവും. ഐ ആം എ പാഷനേറ്റ് ഇന്നോവേറ്റീവ് റിസൾട്ട് ഡ്രിവൻ ഡെവലപ്പർ വിത്ത് പ്രൂവൻ ട്രാക്ക് റെക്കോർഡ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവൂലേ. അപ്പൊ എന്താ, റിക്രൂട്ടേഴ്സിന് എഗെയിൻ ഈസി ആയിട്ട് ഈ ഒരു നമ്മൾ ഇപ്പൊ ഒരു റിക്രൂട്ടറിന്റെ പെർസ്പെക്റ്റീവ് ആലോചിക്കുമ്പോൾ നമ്മളെ പോലെ അല്ല, ഇപ്പൊ ഒരു ഡെയിലി ചിലപ്പോൾ ഒരു 100 റെസ്യൂം കണ്ട് പരിചയമുള്ള അതൊക്കെ ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ള ഒരു റിക്രൂട്ടർ ആയിരിക്കും. ഇൻസ്റ്റന്റ്ലി അവർക്ക് ഇത് വിസിബിൾ ആവും. സോ അവർ ഈസി ആയിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് കണ്ടന്റ് സ്പോട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള ടെംപ്ലേറ്റ് കണ്ടന്റിനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് ഇപ്പം നിങ്ങളൊരു റിയാക്റ്റില് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഇ-കൊമേഴ്സിന്റെ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് പ്ലാറ്റ്ഫോം ആണ് ക്രിയേറ്റ് ചെയ്തത്, എത്ര ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ഒരു 1000+ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അതിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജീസും നമ്പേഴ്സും മെഷറബിൾ ആയിട്ടുള്ള ഔട്ട്കംസും മാത്രം അതിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലുള്ള ജനറിക് അഡ്ജക്റ്റീവ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇനി അഞ്ചാമത്തെ ടിപ്പ്, അത് ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾക്ക് കേട്ടാൽ തോന്നും, പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്ന കേസാണ്. അതായത് ഒന്നെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺടാക്ട് സെക്ഷനിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ കോമൺ ആയിട്ട് കുറെ പേര് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്, നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കും പക്ഷെ കൺട്രി കോഡ് കൊടുക്കാൻ വിട്ടുപോകും, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ് ആയിരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ കൊടുക്കും പക്ഷെ ആ ലിങ്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കും ജസ്റ്റ് കൺട്രി നെയിം മാത്രം കൊടുത്തിട്ട് പോകും, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ് അതിൽ കൊടുക്കൂല. ഇപ്പൊ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിക്രൂട്ടറിന്റെ പെർസ്പെക്റ്റീവ് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് അവർ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യും, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ടൈം വേസ്റ്റ് ചെയ്യൂല, നിങ്ങളെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ എന്താ പറയാ, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓഫർ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ മിസ്സായി പോകുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഒരുപാട് പേര് ചെയ്ത മിസ്റ്റേക്ക് ആണ് കേട്ടോ.
അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നി, നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നി, നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ജോബ് ആണെങ്കിൽ നിങ്ങൾ അല്ല ഏത് ജോബ് ആണെങ്കിലും നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ് എങ്കിലും ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ചിലപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു റെസ്യൂം ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്, അതായത് പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം തന്നെയായിരിക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പം നമ്മൾ ഫോൺ നമ്പർ പണ്ട് യൂസ് ചെയ്തിടുന്ന നമ്പർ ആയിരിക്കും, ചിലവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റുന്ന ശീലമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ഇമെയിൽ ഐ ഡി ആയിരിക്കും അതിൽ കൊടുത്തത്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഡ്രീം കമ്പനിയിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഫോൺ നമ്പർ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ റെസ്യൂമിൽ മെൻഷൻ ചെയ്യുന്നത്. ഒരുപാട് പേര് വീക്ക് പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക: ഞാൻ ടു ഡു ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ HTML JavaScript CSS യൂസ് ചെയ്തിട്ട് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ Node.js യൂസ് ചെയ്തിട്ട് ഒരു ബ്ലോഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു HR പെർ ഡേ ഒരു 150 റെസ്യൂമിൽ കാണുന്ന ഒരു പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. അവിടെ നിങ്ങളുടെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പ്രത്യേകിച്ചില്ല, എല്ലാവരും ചെയ്യുന്ന പോലെ കുറെ പ്രൊജക്ട്സുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് കാര്യം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്താലും പ്രത്യേകിച്ച് ഒരു HR ഒരു ഇംപ്രഷനോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, അവിടെ എന്ത് ടെക്നോളജിയാണ് നിങ്ങൾ യൂസ് ചെയ്തത്, നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചസും അതിന്റെ കീ ഫീച്ചേഴ്സും എന്തൊക്കെയായിരുന്നു, അതിന്റെ ഇമ്പാക്റ്റും സ്കെയിലിങ്ങും അതായത് പെർഫോമൻസും യൂസേഴ്സും എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അതുപോലെ ഡിപ്ലോയ്മെന്റ് ഡീറ്റെയിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡെവലപ്പേഴ്സിന് ഡെവോപ്സ് ഒക്കെ വന്നതിന് ശേഷം ഡിപ്ലോയ്മെന്റ്സിലും കൂടെ അത്യാവശ്യം നോളജ് ഉള്ള ഡെവലപ്പേഴ്സിനെയാണ് എടുക്കുന്നത്. സോ ഡിപ്ലോയ്മെന്റ് ഡീറ്റെയിൽസും കൂടെ കൊടുത്താൽ അത് ഏറ്റവും ബെറ്റർ ആണ്. ഇപ്പൊ ഞാൻ എഗെയിൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിച്ചു. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ഇന്റഗ്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ടാവും, സ്ട്രൈപ്സ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്തത്, ഒതന്റിക്കേഷൻ ഉണ്ടാവും, അഡ്മിൻ ഡാഷ്ബോർഡ് ഉണ്ടാവും, ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊന്നും കൂടെ സ്പെസിഫിക് ആയില്ലേ. അല്ലെങ്കിൽ ചിലപ്പം പെർ ഡേ നിങ്ങൾ 200+ യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ വെബ് സോക്കറ്റിനെ പറ്റി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ AWS ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ യുണീക്ക് ആക്കി കാണിക്കും. അതായത് ഇത് AWS ഇതൊക്കെ ഇപ്പം മുമ്പോട്ട് വരുന്ന ടെക്നോളജീസ് അല്ലേ, ഒരുപാട് പേരുടെ റെസ്യൂമിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു റിയൽ സിനാരിയോ ആട്ടോ. ഇത് ജസ്റ്റ് ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞ റെസ്യൂമിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് വിളിച്ചു, HR എങ്ങനെയോ അവർക്ക് കോള് വന്ന് ചെന്ന് കഴിഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടായത്, ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരി ഈ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. അപ്പോഴാണ് HR അങ്ങോട്ട് ചോദിച്ചു, ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ റെസ്യൂമിൽ നിങ്ങൾ മെൻഷൻ ചെയ്തില്ല? കാരണം അവർക്കും ഇതിനു മുന്നേ ഒക്കെ നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു, ഈ റെസ്യൂമിൽ ഇങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് മാത്രം ഈ കുറേ ജോബ്സ് മിസ്സായിട്ടുണ്ട് കേട്ടോ. അതും നല്ലപോലെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് ഇന്റർവ്യൂ കോൾ വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് റെസ്യൂം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മീൻസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രം മിസ്സായി പോയ ജോബ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അവസ്ഥ വരരുത്. അതായത് നിങ്ങൾ ക്ലീൻ ആയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തു, എന്ത് യൂസ് ചെയ്തു, അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് മെൻഷൻ ചെയ്യാം പ്രൊജക്ട് ഒക്കെ കൊടുക്കുന്ന സമയത്ത്. ഇനി നമ്മുടെ അവസാനത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നും കേട്ടോ കേൾക്കുമ്പോൾ. അതായത് നിങ്ങൾ റെസ്യൂമിൽ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ലിങ്ക്ഡിൻ പ്രൊഫൈല്. ഇനി നിങ്ങൾക്ക് ഗിറ്റ് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ, നിങ്ങളുടെ ഗിറ്റ് ഹബിന്റെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള റെപ്പോസിറ്ററി ഡീറ്റെയിൽസ്, ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചിലര് അതും കടന്ന് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഇല്ലേ, ഇപ്പൊ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. ഇപ്പൊ അതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ, ഒരു സോഷ്യൽ മീഡിയ കാര്യം ഒരു HR കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവരത് പോയി ചെക്ക് ചെയ്യും. ഇപ്പൊ നിങ്ങളാണെങ്കിലും ചെക്ക് ചെയ്യുമല്ലോ. കമ്പനീസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുന്നുണ്ട്, എസ്പെഷ്യലി സീനിയർ ലെവൽ പോസ്റ്റിലേക്കൊക്കെ ഉള്ളവരെ ഹയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ചിലപ്പം ട്വിറ്ററിൽ നിങ്ങൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എഗനസ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ചില പോസ്റ്റുകളും കമന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലില്, ഫേസ്ബുക്കിലെ ചില പോസ്റ്റുകളായിരിക്കും വേണ്ടാന്നുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങളുടെ HR ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ടൈപ്പ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒന്നും നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
മാക്സിമം പ്രൊഫഷണൽ ആയിട്ടിരിക്കുക. അതായത് എന്താ പറയാ, നിങ്ങളുടെ ഇപ്പൊ ലിങ്ക്ഡിൻ ഒക്കെ കൊടുക്കുകയാണെന്നത് നല്ലതാണ്, പക്ഷെ അതിന്റെ കണ്ടന്റ് ആണെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണെന്ന് അഷ്യൂർ ചെയ്യണം. അതുപോലെ തന്നെ ഗിറ്റ് ഹബ് ആണെങ്കിലും നിങ്ങൾ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള റെപ്പോസിറ്ററീസ് ആണെന്ന് എൻഷുർ ചെയ്യണം അതിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പം പേഴ്സണൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്നത് ബെറ്റർ ആണ്. പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ആയിട്ടൊന്നും ഈ കൊണ്ടുവന്നൊന്നും ഇതിൽ കൊടുക്കാതിരിക്കുക. അത് എസ്പെഷ്യലി ഇതുപോലെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസ്കഷൻസിലൊക്കെ നിങ്ങൾ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ടിപ്സ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഞാനൊരു ബോണസ് ടിപ്പ് തരാമെന്ന് പറഞ്ഞില്ലേ, അതായത് ഇപ്പം 90% ഓഫ് കമ്പനീസും ഇൻഡസ്ട്രിയിൽ അവർ യൂസ് ചെയ്യുന്നത് ATS സിസ്റ്റം ആണ്. അതായത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ആണ് ഈ ഒരു ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അത് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ റെസ്യൂം ഫസ്റ്റ് മെഷീൻ സ്ക്രീനിങ് ആയിരിക്കും നടക്കുന്നത്, അതിനുശേഷം ഒരു ഹ്യൂമൻ റിവ്യൂയിലേക്ക് എത്തുള്ളൂ. സോ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ളത്. കുറച്ച് പ്രൂവൺ ബെസ്റ്റ് പ്രാക്ടീസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോൺസ് യൂസ് ചെയ്യുക. ആ ഒരു ഏരിയൽ അല്ലെങ്കിൽ ടൈംസ് ന്യൂ റോമൻ, കാലിബ്രി, ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫോൺസ് ആണല്ലോ. അപ്പൊ ഒരു പ്രൊഫഷണൽ ഫോൺസ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഹെഡ് സെക്ഷൻ, ഓരോ സെക്ഷനിലും ക്ലിയർ ആയിട്ടുള്ള ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പം എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, ഇങ്ങനെ കറക്റ്റ് കാറ്റഗറൈസ് ചെയ്ത് പ്രോപ്പർ ഹെഡിങ്സ് കൊടുത്ത് ഓരോ സെക്ഷനെയും സെപ്പറേറ്റ് ചെയ്യുക, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോലെ. ഇനി നിങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള ടേബിൾസും ഗ്രാഫിക്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഏറ്റവും ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഏറ്റവും ബെറ്റർ ഒരു PDF ഫോർമാറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ കൊടുക്കുന്ന കമ്പനിക്ക് വേർഡ് ഫോർമാറ്റ് മാൻഡേറ്ററി അല്ല, അല്ലെങ്കിൽ അവർ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ PDF ഫോർമാറ്റ് തന്നെ കൊടുക്കുക. പിന്നെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നത്. സോ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ ക്യാപ്പബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ സെൻഡ് ചെയ്യുന്നത്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ഈ ഒരു റെസ്യൂമിൽ ഉണ്ടെന്ന് നിങ്ങൾ എൻഷുർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമന്റ് സെക്ഷനിൽ പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് നിങ്ങൾക്ക് സ്റ്റിൽ നിങ്ങളുടെ ഈ ഒരു റെസ്യൂമിൽ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു CI/CD പൈപ്പ്ലൈൻ്റെ വീഡിയോ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫ്രൈഡേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഗിറ്റ് ഹബിലേക്ക് ഒരു കോഡ് പുഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജെങ്കിൻസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു CI/CD പൈപ്പ്ലൈൻ ആയിരുന്നു. നമ്മളൊരു ക്യൂബർനെറ്റീസിന്റെ ക്ലസ്റ്ററിലേക്കാണ് ഇത് കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്തത്. മിനി ക്യൂബ് യൂസ് ചെയ്തിട്ടൊരു സിംഗിൾ ക്ലസ്റ്റർ ഞാൻ ലോക്കൽ സിസ്റ്റത്തിലാണ് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. ഇത് പക്ഷെ ഞാൻ നോക്കിയിട്ട് ഭയങ്കര വ്യൂ കുറവാണ്. ഞാൻ ഭയങ്കര ഒരാഴ്ച ഇരുന്നിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അതായത് എനിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും, ഹോണസ്റ്റ് ആയിട്ട് പറയാം, എക്സ്പീരിയൻസ് ഒന്നും ഡെവോപ്സിന്റെ കേസിലില്ല. ഞാനും സ്റ്റിൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണത്. സോ അപ്പൊ അത് ബിൽഡ് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ കുറെ AI ചാറ്റ് ബോട്ടിലൊക്കെ ഇട്ടിട്ടൊക്കെ റെക്ടിഫൈ ചെയ്ത് എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും, ഞാൻ ചെയ്ത എല്ലാ സ്റ്റെപ്സും ഒരു റീഡ്മി ഫയൽ ആക്കിയിട്ട് കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി ഒക്കെ ഞാൻ ആ ഗിറ്റബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഭയങ്കര കുറവാട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി. എന്ത് പറ്റി, എല്ലാവരും ചോദിച്ചിട്ടിട്ടതാണല്ലോ ഇത്രയും കുറഞ്ഞ റെസ്പോൺസ്. വീഡിയോക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് കാണാം. വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊന്നും കാണരുത് കേട്ടോ. അപ്പൊ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. സോ നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെയും ലിങ്ക് കൊടുത്തേക്കാം. അതല്ലാതെ നമ്മൾ ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസ്, ഇപ്പൊ റിയാക്ടിന്റെ ട്യൂട്ടോറിയൽസ്, നോട്ട്.js ട്യൂട്ടോറിയൽ, ഡെവോപ്സിന്റെ ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.